ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് പണി കിട്ടിയേക്കാം. അതായത് നമ്മൾ ഹാൻഡ് ബാഗേജിനകത്ത് ലിക്വിഡ് സെമി സോളിഡ് ഒക്കെ ക്യാരി ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലിക്വിഡിനകത്ത് വരുന്നതാണ് വാട്ടർ, അതുപോലെ പെർഫ്യൂം. സെമി സോളിഡിനകത്ത് വരുന്നതാണ് ജെൽ ഐറ്റംസ്, അതുപോലെ ലോഷന്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ നമ്മൾ ഹാൻഡ് ബാഗിന് യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-1-1 റൂളാണ്. അതായത് 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3.4 ounce അല്ലെങ്കിൽ 100 ml മാക്സിമം ബോട്ടിലായിരിക്കണം. രണ്ടാമത്തത് ഇതെല്ലാം 1 ലിറ്ററിൻ്റെ ഒരു ബാഗിനകത്തായിരിക്കണം. മൂന്നാമത്തത് 1 passenger is equal to 1 ബാഗാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 120 ml 150 ml ബോട്ടിലോ ലോഷനോ ഷാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമിഗ്രേഷൻ്റെ സമയത്ത് അത് അവർ നമ്മളോട് കളയാൻ പറയും. മാക്സിമം 100 ml അലോ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെർഫ്യൂം 100 ml ബോട്ടിലാണ് ലാബിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇനി 10 ml ബാലൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് നമ്മളോട് കളയാൻ പറയും. കാരണം അവർ ശ്രദ്ധിക്കുന്നത് അത് ആ ബോട്ടിലിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്ത ലാബലാണ്. അത് 200 ml ബോട്ടിലാണ്, 150 ml ബോട്ടിലാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിയാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് കളയാൻ മസ്റ്റായിട്ടും പറയും. അതുപോലെ തന്നെ ഇതിനകത്ത് എക്സെപ്ഷൻസ് കേസ് വരുന്നത് മെഡിസിൻസ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും വിത്ത് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ബേബി എസെൻഷ്യൽ, ബേബി മിൽക്ക്, ബേബി ഫുഡ് അങ്ങനത്തെ ഐറ്റംസുകൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീനകത്ത് നിന്ന് വാങ്ങിക്കുന്ന ഐറ്റംസ് വിത്ത് ബില്ല് നമുക്ക് അവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അല്ലാത്ത ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, എബോ 100 ml ബോട്ടിലാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെക്കിംഗ് ബാഗേജിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ്റെ സമയത്തുള്ള ഇങ്ങനത്തെ പ്രയാസങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.